എങ്ങനെ എങ്ങനെ ആസ്വദിച്ച് പഠിക്കാം? വെറുതെ പാഠപുസ്തകത്തിലെ അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കൽ മാത്രമല്ല അറിവ് എന്നത്. ലോകത്തെ മനസ്സിലാക്കാനുള്ളൊരു യാത്രയാണ് പഠനം. ആ യാത്ര ഒരിക്കൽ ആസ്വദിച്ചാൽ ഒരിക്കലും മാറാത്തൊരു ലഹരിയാണത്. ആസ്വദിച്ച് പഠിക്കുവാൻ ആദ്യം എന്തിനാണ് ഞാനിത് പഠിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയണം. വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പഠനത്തിന് ലഹരി വളരെ കൂടുതലായിരിക്കും. മടുപ്പ് തീരെ ഉണ്ടാവുകയുമില്ല, അല്ലെങ്കിൽ മടുപ്പ് വളരെ കുറവായിരിക്കും. ഓരോ പുതിയ അറിവും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടാണ് എന്നറിയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പഠിക്കുന്ന പഠനത്തെ നമ്മൾ ഇഷ്ടമാകും. ഓരോ പുസ്തകം വായിക്കുമ്പോൾ അക്ഷരങ്ങൾ മാത്രം വായിക്കരുത്, അതിലെ ഉള്ളിൽ ഉള്ള അല്ലെങ്കിൽ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയങ്ങളെ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കുക. ഇത് എന്തുകൊണ്ട്, ഇത് യഥാർത്ഥ ജീവിതത്തിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കും? സ്വയം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന മനസ്സാണ് അറിവിനെ സ്വീകരിക്കുന്നത്. അറിവ് ഒരു വലിയ മല പോലെയാണ്. ഒറ്റച്ചാട്ടത്തിൽ അതിൻ്റെ മുകളിലെത്താൻ ആർക്കും കഴിയില്ല. എന്നാൽ ഓരോ ദിവസവും ചെറിയ ചെറിയ ചുവടുകൾ വെച്ചാൽ ഒരു നാൾ നിങ്ങൾ മുകളിലെത്തും. അതുകൊണ്ട് ദിവസവും നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ പഠിക്കുക. പക്ഷേ പഠിക്കുന്നത് നന്നായി മനസ്സിലാക്കി വേണം പഠിക്കാൻ. അറിവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് പഠനം വെറുമൊരു രസംകൊല്ലിയല്ല, അതൊരു സന്തോഷമാണ്. ഓരോ ദിവസവും ഓരോ പുതിയ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ വിദ്യാർത്ഥികൾ. അറിവ് ആസ്വദിച്ച് പഠിക്കുന്നവൻ പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും വിജയിക്കും. പഠിച്ചെടുത്തെല്ലാം നമ്മുടെ ജീവിതമായി ബന്ധിപ്പിക്കുമ്പോഴാണ് പഠനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് പഠനം രസകരമാക്കുന്നത്. പഠിക്കുന്ന ശാസ്ത്രത്തെ നമ്മുടെ ചുറ്റിലുമുള്ള പ്രകൃതിയിൽ കാണാം. ചരിത്രബോധം ഇന്നത്തെ സമൂഹത്തിൽ നോക്കിയാൽ പ്രതിഫലിക്കുന്നത് കാണാം. ഗണിതം നിത്യജീവിതത്തിലെ കണക്കുകളിൽ നമുക്ക് കാണാം.